ഹലോ ഗൈസ്, ഗൗരിശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ ധ്രുവൻ ഭായിയോട് ചോദിക്കുവാണ്, നീ എങ്ങനെയാണ് ചെന്ന് പെട്ടത് ശങ്കർഭായിയുടെ മുമ്പിൽ, നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലായിരുന്നോ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴേക്കും ധ്രുവൻ പറയുകയാണ്, എൻ്റെ ശിവാനി എന്നെ ചതിക്കുമെന്ന് ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറയുവാണ്. അപ്പം നമ്മുടെ മിഥുൻ എന്ന് വെച്ചാൽ നവീൻ പറയുന്നുണ്ട്, നിനക്കറിയില്ലേ പെണ്ണുങ്ങൾ ഉപയോഗിക്കുക കളയുക അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ധ്രുവൻ പറയാം, പക്ഷേ ശിവാനി എനിക്ക് അങ്ങനെയല്ല, ശിവാനിയെ മാത്രം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ധ്രുവനോട് നവീൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ശങ്കർഭായിക്കിട്ടൊരു നല്ല പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ധ്രുവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പണി, ഗൗരിയെ വേദനിപ്പിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഗൗരിയും മഹാദേവനും അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കുന്നാഥനും അല്ലാണ്ട് നമ്മുടെ ശങ്കർഭായിക്ക് വേദനിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ കാത്തിരുന്ന് കണ്ടോ എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ചാരങ്ങാട് വീടാണ്. അപ്പോൾ ഗൗരി രാവിലെ കുളിച്ച് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർഭായി വന്നിട്ട് പറയും, എന്നാ നിൻ്റെ സർപ്രൈസ്, നമുക്കൊന്ന് പുറത്തു പോകണമെന്നൊക്കെ പറയുവാണ്. പക്ഷേ ഈ സാരി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഗൗരിക്ക് എന്താ സർപ്രൈസ് പറയാമെന്ന് പറയുമ്പോഴാണ്, നീ ഇത് കൊടുത്ത് റെഡി ആയിട്ട് വാ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശങ്കർഭായി ഒരു ബുള്ളറ്റിൽ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഗംഗ ചാടിത്തുള്ളി വരും. എന്നിട്ട് ചാടിക്കയറി ബുള്ളറ്റിൻ്റെ പുറകിലിരിക്കുവാണ് കേട്ടോ. ഇരിക്കുമ്പോഴേ ശങ്കർഭായി പറയും, ഗംഗ നീ ഒന്ന് താഴോട്ട് ഇറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗ ചോദിക്കും, എന്തേ നീ പുറത്ത് പോകാൻ തുടങ്ങുമല്ലേ, ഞാനും വരുന്നുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴാണ്, ഞാൻ പുറത്തേക്കാണ് പോകുന്നത്, പക്ഷേ എൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിലിരിക്കേണ്ട ആൾ ഇപ്പോൾ ഇവിടെ വരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗരി ഒരുങ്ങി വരുവാണ് കേട്ടോ. ഗൗരി ഒരുങ്ങി വന്നിട്ട് ഗൗരി ബുള്ളറ്റിൽ കയറി ഇരിക്കുകയാണ്. അപ്പം ഗൗരിയോട് നമ്മുടെ ഗംഗ ചോദിക്കുന്നുണ്ട്, എനിക്കൂടെ പുറത്ത് പോകേണ്ട വരുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങളുടെ കൂടെ ഞാൻ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൗരി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗരി പറയുകയാണ്, ഇന്ന് എവിടെയാണ് ശങ്കർ കൊണ്ടുപോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല, ഗംഗ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരി ബൈക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ശങ്കർ ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ശങ്കർ പറയാണ്, നിന്നോട് ഞാനല്ലേ പറഞ്ഞ ബൈക്കിൽ കയറാൻ, നീ തിരിച്ച് കയറുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗയോട് പറയാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു കട്ടുറുമ്പാവാൻ നിനക്ക് എങ്ങനെ തോന്നണേ ഗംഗയെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങൾ കട്ടുറുമ്പായിട്ട് വന്നാൽ കട്ടുറുമ്പിനെ ഞാനിങ്ങനെ കയ്യിലിട്ട് ഒരു പീച്ച് ഞങ്ങൾ കൊന്നു കളയുമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പം ഗൗരിയും ഗംഗയോട് പറയാണ്, ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം, എന്താണെന്ന് എനിക്കറിയില്ല, പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പറയാണ്. ഇതൊക്കെ കേൾക്കുന്ന ഗംഗയ്ക്ക് ആ കൂടെ വിഷമമാവുകയാണ് കേട്ടോ. എങ്കിലും ഗംഗ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, അവർ രണ്ടുകൊണ്ട് പോവാണ്. ഗംഗ പിന്നെ മുറിയിൽ പോയി നിന്നിട്ട് ആലോചിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ, ആ കത്തെടുത്ത് വായിച്ച കാര്യങ്ങളൊക്കെ. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇത് ശങ്കർ എഴുതിയതല്ലേ, ഇതൊരു ആണിൻ്റെ കൈയക്ഷരം, പക്ഷേ ഇനി ശങ്കർ അല്ലേ, ശങ്കർ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇനി ഗൗരിയുടെ മുമ്പിൽ അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധമ്മായി അങ്ങ് കയറി വരുവാണ് കേട്ടോ. രാധമ്മായി പറയുന്നുണ്ട്, മോളെ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗംഗയോട് പറയാണ്, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ മോളത് ആരോടും പറയുമായിരുന്നു, രാധമ്മായിക്ക് പ്രോമിസ് ചെയ്ത് തന്നാൽ മാത്രമേ പറയുള്ളൂ എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ ശങ്കറിന് എന്തൊക്കെയോ ഭയങ്കര മാറ്റമുണ്ട്, അവൻ ആ ഗൗരി ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത്, ചുമ്മാ അഭിനയിക്കുവാണ്, പക്ഷെ അവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി മാറി നിന്ന് ഗംഗ എന്താ കാണിക്കുന്നതെന്ന് നോക്കുവാണ് കേട്ടോ. ഗംഗ ആ കൂടെ അസ്വസ്ഥയായിട്ട് നിൽക്കുവാണ്. അതേ സമയത്ത് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തും. ഗൗരീനെ ആദ്യമായിട്ട് കണ്ട ക്ഷേത്രത്തിന് മുമ്പിലാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പം ഗൗരി ചോദിക്കും, ഇതായിരുന്നു സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതല്ല സർപ്രൈസ്. എന്നിട്ട് ഗൗരീനെ ആദ്യമായിട്ട് കണ്ട സ്ഥലമൊക്കെ ശങ്കർഭായി കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് ശങ്കർഭായി ചോദിക്കുന്നത്, സർപ്രൈസ് എന്താ നീ നോക്കി കറക്റ്റായിട്ട് നീ ഊഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു സമ്മാനം ഇപ്പം തരും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഗൗരി ഇങ്ങനെ ചോദിക്കുകയാണ്, സിനിമയ്ക്ക് പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കർഭായിക്ക് ചിരി വരുവാണ് കേട്ടോ. അല്ലല്ലേ, എൻ്റെ കയ്യിൽ ഫ്രണ്ട്സ് വരുന്നുണ്ടോ, വിനീത അതാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ശങ്കർഭായി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, ജസ്റ്റ് ചിരിക്കുന്നുള്ളൂ. എന്താന്ന് പറ ശങ്കു എന്ന് പറയുമ്പോഴത്തേക്കും പറയും, നീ വാ നമുക്ക് എന്തായാലും തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ഷേത്രത്തിനകത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വടക്കുന്നാഥന് മുമ്പിൽ കൊണ്ട് നിർത്തി നമ്മുടെ ശങ്കർഭായി പ്രാർത്ഥിക്കുവാണ് കേട്ടോ. ഗൗരിയെ കിട്ടിയതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഞാൻ ഗൗരീനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ശങ്കർഭായി ഗൗരീനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. തിരിച്ച് ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.